ഇരിക്കും. വിനിയകത്തേക്ക് കൊണ്ടു വരൂ. എന്താ ബാബു, എന്താ ഉണ്ടായത്? കാര്യത്തിന്റെ ഗൗരവം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി എന്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ബാബു ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ പോരാ, യുക്തിയും കൂടി ഉപയോഗിക്കണം. സാർ, വിനി അവളൊരു പെൺകുട്ടിയാണ്. അവളുടെ അഭിപ്രായങ്ങൾക്ക് ആ വിലയെ കൽപ്പിക്കാവൂ. പ്രേമവിവാഹത്തിന് ഞാൻ എതിരല്ല. പക്ഷേ നിന്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ അമ്മാവൻ ഈ ബന്ധത്തെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് മാത്യൂസിനെ അറിയില്ല. അയാൾ ഒരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ സാർ. ഞാൻ സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു? സാർ. വേണ്ട, സമയം വളരെയായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. വരൂ. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ധൈര്യമേ പഴയ കാലമൊന്നും അല്ല. ദേ, അവരിവിടെയാണെന്ന് മാത്യൂസ് അറിഞ്ഞാൽ മോശമല്ല. പിന്നെ എങ്ങനെയാ? അതിനർത്ഥരാത്രി അവരെ ഇവിടെ ഇറക്കി വിടണോ? നീ ഇവിടെ ഉറങ്ങാൻ നോക്ക്. പിന്നെ അവരിവിടെ തന്നെ താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്കിഷ്ടക്കേടുണ്ടായിട്ടൊന്നുമല്ല. ആ മാത്യൂസ് അറിഞ്ഞാൽ അയാളുടെ പ്രകൃതം അറിയാമല്ലോ. നീ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ തന്നെ നമുക്ക് വേറൊരു വീട് കണ്ടുപിടിക്കണം. ഡാഡി അറിഞ്ഞാൽ അങ്കിളിനാ മോശം. 2-3 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയി കൊടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് ഈ വള വിൽക്കാം. അത് മോശമല്ലേ? അതിനെന്താ വിനയ്, എന്ന് നനഞ്ഞ ഇഡലി എന്നെ താത്ത. ആ, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാനേ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവാ. അതിന് ഞാൻ പറഞ്ഞല്ലോ വേണ്ടാന്ന്. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. എനിക്കും ഉണ്ടല്ലോ ഒരു സൈക്കിൾ. അതിൽ കൊണ്ടുവന്ന് കാറടിക്കാൻ ഒരു പെണ്ണിനും തോന്നിയില്ലല്ലോ. നീ വാചടിക്കാതിരുന്ന് കഴിക്കും. ഇന്നെന്താ ഇഡ്ഡലിക്ക് സാമ്പാറില്ലേ, മുളക് പൊടിയില്ലേ? ഇങ്ങനെ ഓരോ വിധമായിട്ട് വേണമെങ്കിലേ ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്ന് നിർത്തണം. ഇന്നലെ ഒരുത്തി വന്നിരുന്നല്ലോ, എന്താ അവളെ നിർത്താഞ്ഞത്? ആ, കൊള്ളാം. അവളുടെ ഡിമാൻഡ് കേട്ടാലേ കുറെ നിർത്തും. എന്താ ഡിമാൻഡ്? അവൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ സിനിമയ്ക്ക് പോണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സിനിമയ്ക്ക് പോകാറില്ല എന്ന്. അപ്പൊ അവള് പറയണേ, കൊച്ചമ്മ വരണമെന്നില്ല, ഞാനും സാറും കൂടെ പൊയ്ക്കോളാന്ന്. അവൾ ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കും താത്ത. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വേണ്ട സർ, ഇതിരിക്കട്ടെ. ബാബുവിന് പണത്തിന് ആവശ്യമുണ്ടാവും. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല കൊച്ചു വീട്. നമുക്കിവിടെ കട്ടനിടാം. അതൊക്കെ സാവധാനം മതി. നീ ചായ എടു.
ഇങ്ങനെയല്ല കത്തിക്കേണ്ടത്, ഞാൻ കാണിച്ചു തരാം. ആ വേഗം ഉണ്ടാക്കി. ഒരു ഒറ്റ കേൾക്കുന്നു. നീ ഇതൊരു വെള്ളം നിറയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ബാബു ഇതൊക്കെ എങ്ങനെ പഠിച്ചു? വളരെ ചെറുപ്പത്തിൽ എന്റെ അമ്മ മരിച്ചു. പിന്നെ ഞാനും അച്ഛൻ മാത്രമായി. പ്രായത്തിൽ അച്ഛനാണ് എന്റെ ഗുരു. അതിപ്പോ ഏതായാലും ഉപകാരമായി. ഞാൻ വിളമ്പാം. അയ്യോ കളയിലെ മോളെ, കിലോയ്ക്ക് 6 രൂപ വിലയാണ്. അത് വേണ്ട വേണ്ട. ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞുതരാം. എല്ലാം നോക്കി പഠിച്ചോണം. എങ്ങനെയുണ്ട് നമ്മുടെ കുക്കിംഗ്? ഉഗ്രൻ. താങ്ക് യു. എന്തൊരുപ്പ്! നീ എങ്ങനെ കഴിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ല.